നമസ്കാരം. തിരുവനന്തപുരം ചാലയിലെ വർഷങ്ങളുടെ പഴക്കമുള്ള MRT പാത്രക്കട ഉടമയായിരുന്ന ടി നടരാജന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇളയ മകൻ. ജ്യേഷ്ഠനും ഭാര്യയും ചേർന്ന് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പിതാവിന് മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് മകന്റെ ആരോപണം. കേസെടുത്ത് 3 വർഷം കഴിഞ്ഞിട്ടും ഫോർട്ട് പോലീസ് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല എന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇളയ മകൻ N. സുവീന്ദ്രൻ. കൈമനം NSS കോളേജ് റോഡ് ശ്രീ ഹൗസിൽ താമസിച്ചിരുന്ന നടരാജൻ 2021 ഒക്ടോബർ 14 വീണ് കാലിന്റെ എല്ല് പൊട്ടി കരമന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി. ഒപ്പം താമസിച്ചിരുന്ന മൂത്ത മകനും ഭാര്യയുമാണ് കൂടെ എത്തിയത്. ഒക്ടോബർ 24 ഡിസ്ചാർജ് ചെയ്തു പോയെങ്കിലും 26 ശ്വാസമുട്ടലിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലെത്തി. ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന് അറിയിച്ചെങ്കിലും 30 നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് എഴുതി വാങ്ങി പോവുകയായിരുന്നുവെന്ന് സുവീന്ദ്രൻ ആരോപിക്കുന്നു. നടരാജന് തീരുമാനങ്ങൾ എടുക്കാനും വലത് കൈ ഉപയോഗിച്ച് ഒപ്പിടാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ അസാധാരണമായ ഒരു സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയിട്ടാണ് ആശുപത്രി വിട്ടത്. തുടർന്ന് നവംബർ 9 ഗുരുതരാവസ്ഥയിൽ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ വേണ്ട രീതിയിൽ ചികിത്സ നൽകാതിരുന്നതാണ് ഗുരുതരാവസ്ഥയിലാകാൻ കാരണമെന്ന് സുവീന്ദ്രൻ പരാതിപ്പെടുന്നു. 9 ആശുപത്രിയിൽ എത്തിച്ച നടരാജൻ 15 മരിച്ചു. തുടർന്ന് ജ്യേഷ്ഠനും ഭാര്യയും തമിഴ്നാട്ടിലുള്ള 2 അഭിഭാഷകരും ചേർന്ന് വ്യാജരേഖകൾ സൃഷ്ടിച്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിച്ചതായും വ്യാജ വിൽപത്രം ഉണ്ടാക്കിയതായും സുവീന്ദ്രന്റെ പരാതിയിലുണ്ട്. ചാലയിലെ MRT മെറ്റൽ സ്മാർട്ട് GST രേഖകളിൽ വ്യാജരേഖ ഹാജരാക്കി കൈവശപ്പെടുത്തി വഞ്ചിച്ചതായും സുവീന്ദ്രൻ പരാതിപ്പെടുന്നു. തിരുവനന്തപുരത്ത് ചാലയിൽ വർഷങ്ങളുടെ പഴക്കമുള്ള പാത്രക്കടയാണ് MRT.